എല്ലാവർക്കും ചാമക്കാല മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോംബെയിലെ ഏറ്റവും വലിയ എയർപോർട്ടായ ഛത്രപതി ശിവജി എന്ന് പറയുന്ന എയർപോർട്ടിലാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് വലിയൊരു കാഴ്ച തന്നെയാണ്. കാര്യം രാത്രി 2 മണിക്കുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 2 മണിക്ക് ഇവിടെ ഈ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്രയും യാത്രക്കാർ, ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ് പോകുന്ന ഒരു എയർപോർട്ടാണ് ഛത്രപതി ശിവജി എന്ന ഈ എയർപോർട്ട്. ഇവിടെ വന്ന് ടാക്സി ഇറങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറാൻ തന്നെ. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ ഓരോരുത്തരോട് ചോദിച്ച് നമ്മുടെ പോകാനുള്ള ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. എനിക്ക് പോകേണ്ടത് ഇൻഡിഗോ എന്ന ഫ്ലൈറ്റിലായിരുന്നു. പക്ഷേ രാത്രി ഒരുപാട് സമയം വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ 7 മണിക്ക് കൊച്ചിയിൽ നിന്നും ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ പിന്നെ പുറത്തിറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടിയത്. അങ്ങനെ ആ സുഹൃത്തിനോടൊപ്പം ഞാൻ ഇവിടെ അടുത്ത് തന്നെ ജുഹു എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100-150 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബീച്ചിലെത്താം. അങ്ങനെ ആ ബീച്ചിൽ പോയി ഒരു 1 മണി വരെയൊക്കെ അവിടെ ടൈം പാസ്സായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഈ എയർപോർട്ടിലെത്തിയത്. എയർപോർട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിൽ കൂടുതൽ ആൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഇവിടെയൊക്കെ നടന്നു. അതിനുശേഷം പിന്നെ ഇവിടുന്ന് 3-4 മണിക്കായിരുന്നു വീണ്ടും എൻ്റെ ഫ്ലൈറ്റ്. 4 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് കയറി. പിന്നെ ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ ട്രാവൽ ചെയ്തു. അതിനുശേഷം ഞാൻ സൗദി അറേബ്യയിൽ വന്ന് ഇറങ്ങിയത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ കടകളും ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു ഇതിനകത്ത്. മനോഹരമായ കാഴ്ച ഒരു എയർപോർട്ടിലും കാണാൻ പറ്റാത്ത. ഇന്ത്യയിൽ നമ്മുടെ കൊച്ചി എയർപോർട്ടിലൊന്നും ഇത്രയ്ക്കുള്ള സൗകര്യം ഇല്ല. പക്ഷെ ഇവിടെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതുപോലെ തന്നെ ഒരുപാട് ഫുഡിൻ്റെ ഷോപ്പുകൾ, ഓരോ രാജ്യത്തിൻ്റെ ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു ഇതിനകത്ത് വരുമ്പോൾ. അങ്ങനെ നേരം ഏകദേശം എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലോഞ്ചിലേക്ക് പോയത്. ഫുഡ് കോർട്ടിലൊക്കെ പോയി നടന്ന് ഫുഡ് കഴിച്ചു. കൂടാതെ ലിക്കറൊക്കെ കഴിക്കുന്നവർക്ക് ആവശ്യത്തിന് ലിക്കർ കഴിക്കാനുള്ള സൗകര്യം, ഒരുപാട് രാജ്യക്കാരും ഇതിനകത്ത് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഈ എയർപോർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിൽ ട്രാവൽ ചെയ്യണത് നന്നായിരിക്കും. കാരണം ഇനി നമ്മുടെ നാട്ടിൽ ഉള്ള എയർപോർട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിനൊക്കെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി വിമാനത്താവളമാണ് ഏറ്റവും വലുതെന്നാണ്. എന്തായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വെറുതെ ചുമ്മാ ദുബായിക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ സ്വന്തം ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ ഈ വഴിയൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണത് നന്നായിരിക്കും. അത്രയും കാഴ്ചകൾ ഇതിനുള്ളിൽ കാണാനുണ്ട്. നമ്മൾ ബോംബെ സിറ്റിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധാരണ കടകളല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള കടകളും അതുപോലെ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളും ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ജൂഹു ബീച്ചിൻ്റെ വീഡിയോ ആയിട്ട് ഇതിൻ്റെ പുറകെ ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.